കോൺഗ്രസുമായി ചേർന്ന് കേരളം ഭരിച്ച സി അച്യുതമേനോൻ സർക്കാരിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തത് CPM ആണ്. അതുകൊണ്ട് തന്നെ CPM ലക്ഷ്യം വെച്ചായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ വിമർശനങ്ങൾ. നവകേരള ശില്പി എന്ന് പലരെയും പറയാമെങ്കിലും ആദ്യം പറയേണ്ടത് അച്യുതമേനോൻ്റെ പേര് തന്നെയാണെന്ന് സമർത്ഥിച്ചുകൊണ്ടായിരുന്നു CPM-നെതിരായ പരോക്ഷ വിമർശനം. ആരോ പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ എഴുതി ചേർക്കുമ്പോൾ സമം അടിയന്തരാവസ്ഥയാകുന്നു. എത്ര തെറ്റായ വാദമാണത്! 1000 വട്ടം നമുക്ക് പറയാം അതല്ല ശരി. പകരം പറയേണ്ടത് അച്യുതമേനോൻ സമം ജന്മിത്വത്തിന്റെ അന്ത്യം, അച്യുതമേനോൻ സമം ലക്ഷം വീട്. ആ പേരിനെ ഒരു ചെറിയ ഒന്നാക്കി ചുരുക്കുന്നത് എത്രയോ തെറ്റാണ്. അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റാണെന്ന് പറയാൻ ആദ്യമേ കാണിച്ച പറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തെറ്റായ നിലപാട് CPI തെറ്റ് പറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയമായി തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തക്കത്ത് കാണിച്ച് ശരിയാക്കാൻ ശ്രമിക്കുകയില്ല. തെറ്റ് തെറ്റാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. പക്ഷേ ഇന്നും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒട്ടേറെ വെള്ളം ഒഴുകിപ്പോയി. ഒരുപാട് പേർക്ക് നമ്മൾ മാപ്പ് കൊടുത്തു. നാം പലതുമായി കൈകോർത്ത് പിടിച്ചു. നാം പലരെയും ബന്ധുക്കളാക്കി. നമുക്ക് ചങ്ങാത്തം കൂടാൻ വേണ്ടി ഒരു പടിയുമുണ്ടായില്ല. പക്ഷേ ചില പ്രത്യേക കാരണത്താൽ ആരെല്ലാമോ പറയുന്നു. പക്ഷേ ഈ സമവാക്യത്തിന് മാറ്റാൻ പാടില്ല. അത് മാറിയേ തീരൂ. സത്യം രേഖപ്പെടുത്തേണ്ട ചരിത്രകാരന്മാരും അച്യുതമേനോൻ സർക്കാരിനെ ഇടത് സർക്കാരെന്ന് പറയാൻ തയ്യാറാകുന്നില്ലെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. ഇടതുപക്ഷം അധികാരം കൈയാളിയ ക്ഷേത്രം പറയുമ്പോൾ, കഥ പറയുമ്പോൾ 57 ഗവൺമെന്റ് അവർ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. അവർ പറയുന്നു 67 ഇടതുപക്ഷ ഗവൺമെന്റാണ്. 57 67 കഴിഞ്ഞാൽ ആ ചരിത്രകാരന്മാർ പറയുന്നു പിന്നെ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഉണ്ടായത് 80-ലാണെന്ന് പറയുന്നു. 80 വരെ പിന്നെ അവരുടെ കണ്ണിൽ ശൂന്യകാലാവധിയാണ്. ആ ശൂന്യകാലാവധിയാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലെഫ്റ്റായ ഇടതുപക്ഷമായ നയങ്ങളും നടപടിയും ഘോഷയാത്ര പോലെ ഉണ്ടായത് ആ കാലത്താണ്. ഇഷ്ടനിഷ്ടങ്ങളല്ല ഒരു ഗവൺമെന്റിനെ ഒരു കാലത്ത് ലെഫ്റ്റാക്കുന്നത്, അല്ലാതാക്കുന്നത്. ഇഷ്ടങ്ങളല്ല, അനിഷ്ടങ്ങളല്ല, സത്യങ്ങളായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റുകളിൽ മുഖത്തോടെ സ്ഥാനമുള്ള സഖാവ് EMS ഗവൺമെന്റിനെ പോലെ, സഖാവ് നായനാർ ഗവൺമെന്റിനെ പോലെ, സഖാവ് DS-ന്റെ ഗവൺമെന്റിനെ പോലെ, സഖാവ് പിണറായിയുടെ ഗവൺമെന്റിനെ പോലെ ലെഫ്റ്റായ ഗവൺമെന്റാണ്, ലെഫ്റ്റ് ഗവൺമെന്റാണ് സഖാവ് അച്യുതമേനോൻ ഗവൺമെന്റ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ നാടിനും എന്നും ബോധ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിമാരിൽ ഒരാളായി അറിയപ്പെടുന്ന അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ന് ലോകപ്രശസ്തമായി മാറിയ കേരള മാതൃകയ്ക്ക് അടിത്തറയിടുന്നത്. ഇന്ന് അഭിമാനമായി തലയോർത്ത് നിൽക്കുന്ന പല സ്ഥാപനങ്ങളും അച്യുതമേനോന്റെ കാലത്ത് തുടക്കമിട്ടതാണ്. ഇത് അംഗീകരിക്കാൻ CPM കൂട്ടാക്കാത്തുള്ള നീരസമാണ് അനാച്ഛാദന വേളയിലും പ്രതിഫലിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.